ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായെന്ന് പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തി. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയിരുന്നത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായും ഇവ കാണാതായെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം. വാസുദേവൻ എന്ന ജോലിക്കാരൻ്റെ വീട്ടിലാണ് പീഠം ആദ്യം സൂക്ഷിച്ചിരുന്നത്. 2021 മുതൽ ഇയാളുടെ വീട്ടിലെ സ്വീകരണമുറിയിൽ പീഠം ഉണ്ടായിരുന്നു എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷയത്തിൽ കോടതി ഇടപെട്ടതോടെ ഇയാൾ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ 13-നാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം മാറ്റിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലും ആരോപണങ്ങളിലും ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ പറയുന്നത്. പീഠം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. നാളെ ഹൈക്കോടതിയിൽ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കും. ഹൈക്കോടതിയാണ് പീഠം കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത്. ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനെ നിയോഗിച്ചിരുന്നു. വിജിലൻസ് സംഘം ദേവസ്വം ബോർഡിൻ്റെ എല്ലാ സ്ട്രോങ് റൂമുകളും പരിശോധിച്ചിരുന്നു. ഒടുവിലാണ് പരാതിക്കാരനായ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നും പീഠം കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വീട്ടിൽ പരിശോധനയും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്.